ഫലസ്തീൻ സ്വാതന്ത്ര്യ അവകാശം ഇറാൻ ഉന്നയിക്കുമെന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സ്വതന്ത്ര ഫലസ്തീന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇനി അടുത്ത ഘട്ടം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിന് ഒരു രാജ്യങ്ങളും, അതായത് മുസ്ലിം അറേബ്യൻ രാജ്യങ്ങളൊന്നും അതിന് എതിര് നിൽക്കുകയില്ല എന്നുള്ളൊരു ധൈര്യം കൂടി ഇറാനുണ്ട്. മാത്രമല്ല, ഈ ഇറാനോടൊപ്പം സൈനികമായിട്ട് പോലും സഹായിക്കാൻ പല രാജ്യങ്ങളും മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. തുർക്കിയുടെ പേര് പോലും, തുർക്കിയുടെയും ഈജിപ്തിൻ്റെയും പേര് പോലും പറയപ്പെടുന്നുണ്ട്. തുർക്കി പല ഘട്ടങ്ങളിലും ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന നിലപാട് കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന രാജ്യമാണ്. അതിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരവാദി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ആണ് എന്നുള്ളതും, ഭീകര രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ് എന്നുള്ളതും UN സഭയിൽ വെച്ച് പോലും യഥാർത്ഥത്തിൽ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ പറയുന്നു. അപ്പോൾ അയാളുടെ നിലപാടുകൾ, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട നിലപാടുകൾ വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച രീതിയിൽ ഒരു തുടർ സംഭവങ്ങളാണ് ഇപ്പോൾ പല മേഖലയിൽ നടത്തി വരുന്നത്. അഥവാ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് തന്നെ ഇസ്രായേൽ ഇതിനോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയത് വലിയ വിവാദമായിരുന്നു. അവർ നടത്തിയിരിക്കുന്ന പരാമർശം എന്ന് പറയുന്നത് ലെബനാനിലൂടെ ഇസ്രായേലിനെ വിപുലപ്പെടുത്തുക എന്നുള്ളത് ഇസ്രായേൽ എല്ലാ കാലത്തും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വിശാലമായിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം നിർമ്മിക്കണം, അതൊരു സാമ്രാജ്യമാക്കിയിട്ട് മാറ്റണം. വിപുലമായിരിക്കുന്ന സംവിധാനത്തോടുകൂടി ഈ മേഖലയിൽ ജൂത വിഭാഗം ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർ പറഞ്ഞത്. അതിന് ലെബനാൻ, സിറിയ, ഈജിപ്ത്, ഫലസ്തീൻ, ഇറാഖിൻ്റെ ചെറിയ ഭാഗങ്ങൾ, പിന്നീട് പോയിട്ട് എവിടെത്തും സൗദി അറേബ്യയുടെ സിംഹഭാഗങ്ങളോട് ചേർത്ത് കൊണ്ടാണ് ഈ പറയപ്പെട്ട ഇസ്രായേലിൻ്റെ സാമ്രാജ്യ സംവിധാനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന കാഴ്ചപ്പാട്. അതിൽ ഏറ്റവും കൂടുതൽ ഇവരുമായിട്ട് ഈ ഇസ്രായേലുമായിട്ട് കൊമ്പ് കോർക്കുക എന്ന് പറയുന്നത് ലെബനാൻ എന്ന് പറയുന്ന രാജ്യം മാത്രമാണ്. മറ്റൊരു രാജ്യം കൊമ്പ് കോർക്കുന്നില്ല, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നില്ല. ബാക്കിയൊക്കെ ഏറെക്കുറെ സൗഹൃദപരമായ രീതിയിലാണ് നീങ്ങുന്നത്. ഈ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ഇറാൻ പറയാറുണ്ട്. അഥവാ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടൽ ഇസ്രായേൽ നടത്താൻ പാടില്ല, അത് നമ്മുടെ കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് ആവർത്തിച്ച് ഇറാൻ പറയാനുള്ള കാരണം ഒരിക്കൽ പോലും ഈ മേഖലയിൽ ഇസ്രായേലിന് ജയമുണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേൽ ജയിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളുണ്ടാവും. കാരണം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതെല്ലാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. ഈജിപ്ത് ഏറെക്കുറെ അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. സിറിയയിൽ ഇപ്പോൾ ഭരണം മാറി, ബഷർ അൽ അസദിൻ്റെ ഭരണം മറിഞ്ഞു, പുതിയ ഭരണ സംവിധാനം വന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ അമേരിക്കക്കും ഇസ്രായേലിനും അനുകൂലമുള്ള നിലപാടുകളാണ്. പിന്നീട് വരുന്നത് ഈജിപ്ത്, നമ്മൾ പറഞ്ഞു, ജോർദാനാണ്. ജോർദാനും ഏറെക്കുറെ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ജോർദാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് അമേരിക്കക്കും ഇസ്രായേലിനും അനുകൂലമായിട്ടുള്ള നിലപാടാണ്. പിന്നെ ഉള്ളത് ഇറാഖാണ്. ഇറാഖിൻ്റെ ചെറിയ ഭാഗമാണ് പറയുന്നത്. ഇറാഖിൽ അമേരിക്കക്ക് സൈനിക ബേസുണ്ട്, അവരുടെ വലിയ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നതും കൃത്യമാണ്. ശേഷിക്കുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയൊക്കെ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്ന് ഇസ്രായേൽ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ തരത്തിലാണ് ഇവിടുത്തെ വിഷയകാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈനയ്ക്ക് മേലുള്ള പ്രതിരോധം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പറ്റിയ മണ്ടത്തരമാണ് എന്ന അഭിപ്രായം പോലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഇറാനുമായിട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടിരിക്കുന്ന ഒരു അമേരിക്കക്ക് എങ്ങനെയാണ് ഇറാനേക്കാൾ ഏകദേശം 10 ഇരട്ടി സൈനിക ബലവും ശക്തിയുമുള്ള ഒരു ചൈനയെ കീഴ്പ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഈ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അമേരിക്കയുടെ നിലപാട്. അഥവാ ഏത് തരത്തിൽ നീങ്ങണം, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയ സൈനിക ബലത്തിൻ്റെ ക്ഷയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രകടമാകുന്നത്. ഇന്ന്
ഏറ്റവും വലിയ സൂപ്പർ പവറുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇറാൻ്റെ പേരുണ്ട്. അവർ ഏത് തരത്തിലും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കും. ഏത് തരത്തിലും അവർക്ക് ശക്തി തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവരുടെ മിസൈൽ സംവിധാനത്തെക്കുറിച്ച് ഇപ്പം തന്നെ വലിയ രീതിയിൽ ചർച്ചയാണ് വരുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളും ഇറാനുമായി ഈ മിസൈൽ കരാറിൽ ഒപ്പിടാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നു. 6-ലധികം രാജ്യങ്ങൾ ഇപ്പോൾ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന അഭിപ്രായം പുറത്ത് വന്നിട്ടുണ്ട്. 20-ലധികം രാജ്യങ്ങളാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ കുറ്റമറ്റ മിസൈൽ സംവിധാനത്തിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് വിലക്ക് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. ഇത്ര വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ പറ്റുന്ന ഒരു മിസൈൽ സംവിധാനം യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ ഉള്ളതുപോലെ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫലസ്തീനിൻ്റെ കൈവശത്തിൽ അഥവാ ഹമാസിൻ്റെ കൈവശത്തിലുള്ള ബഹുഭൂരിപക്ഷം ആയുധങ്ങളും ഇറാൻ്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാണ്. അവർ വിൽപ്പന നടത്തിയാൽ അവർ നൽകി എന്ന് പറയുന്നില്ല, പക്ഷെ അതിന് സാങ്കേതിക സംവിധാനങ്ങൾ ഇറാൻ്റെതാണ്. അത് മാത്രമല്ല അവർ നൽകിയിരിക്കുന്നത്, അവരാദ്യം തന്നെ ആയുധം നിർമ്മിക്കുകയോ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയോ അല്ല ചെയ്തത്. പകരം അവർ ഫസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം, ഉണ്ടാക്കപ്പെട്ടാൽ അത് നശിക്കാതിരിക്കാൻ ആയുധങ്ങൾ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള സംവിധാനമുണ്ടെങ്കിൽ ബങ്കറിൽ സൂക്ഷിക്കപ്പെടുന്ന രീതി കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അവരുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഹമാസിൻ്റെ ആയുധങ്ങൾ നശിപ്പിക്കാൻ സാധിക്കാത്തത്. ബന്ദികളെ ബങ്കറിൽ ഒളിപ്പിച്ച സമയത്ത് അതുപോലും യഥാർത്ഥത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാതെ പോയത് ഏറ്റവും ശക്തമായിരിക്കുന്ന നീക്കുപോക്കുകൾ ബങ്കറുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനുമായി ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിനാലാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ ഒരു യുദ്ധത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഒന്ന് ആയുധങ്ങളാണ്, രണ്ടാമത്തത് യുദ്ധം ചെയ്യാൻ സൈനികരാണ്, മൂന്നാമത്തത് ആയുധങ്ങൾ അവരുടെ കൈവശത്തുള്ള ആയുധങ്ങൾ നശിച്ചു പോകാത്ത രീതിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഏരിയകളാണ്. ഇറാഖിലെ സംബന്ധിച്ചുള്ള ഇറാഖിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം നടന്ന സമയത്ത് അവർക്ക് പരാജയപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും വലുത് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ കൃത്യമായ രീതിയിൽ സുരക്ഷിതത്വത്തോട് കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവർക്കത് സൂക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ആയുധങ്ങൾ അവരുടെ കൈവശത്തിലുണ്ട്, ആയുധങ്ങൾ ഉപയോഗിക്കാൻ സൈനികരുണ്ട്, അതിൻ്റെ തന്ത്രപരമായിരിക്കുന്ന ഐഡിയകളുണ്ട്. പക്ഷേ എന്തില്ല, അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള ബങ്കർ പോലെയുള്ള സംവിധാനം ഒരു രാജ്യം എന്ന നിലക്ക് ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ബങ്കറുകളിൽ ആയുധങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒളിപ്പോർ യുദ്ധം ചെയ്യുന്ന പോരാളികൾ മാത്രം ചെയ്യുന്ന ഒരു രാജ്യം ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ടാണ് ഇറാഖിന് അതില്ലാതെ പോയത്. അതുകൊണ്ടാണ് ഹമാസിന് അത് ഉണ്ടാവാൻ സാധിച്ചത്. ഹമാസ് ഒരു രാജ്യ ഗവൺമെൻറ് അല്ല, പാലസ്തീൻ ഗവൺമെൻറ് അല്ല. അത് ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രാദേശിക ഭരണ സംവിധാനം കൈയാളുന്ന ഒരു ടീമാണ്, ഒരു ഗ്രൂപ്പാണ്. അത്രേ അതിലുള്ളൂ. അന്താരാഷ്ട്ര തലത്തിൽ ഒരു രാജ്യത്തിൻ്റെ അംഗീകാരത്തിൽ ഗസയുടെ പേര് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. അവരുടെ സൈനികപരമായിരിക്കുന്ന ശക്തിയും കാണാൻ വേണ്ടി സാധിക്കില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു പച്ചയായ സത്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, വരാൻ പോകുന്ന ഘട്ടങ്ങളിൽ ഇറാൻ മുന്നോട്ട് വെക്കുന്ന പാലസ്തീൻ സ്വാതന്ത്ര്യം അത് വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു പക്ഷേ അത് ഏറ്റവും വലിയ ഒരു മഹായുദ്ധമായിട്ട് പോലും മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാര്യമെന്ന് പറഞ്ഞാൽ പാലസ്തീന് വേണ്ടിയിട്ടാണ് ഇറാൻ സംസാരിക്കുന്നത് എങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ ഒരാളെ പോലും കിട്ടുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു രാജ്യം പോലും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കും. ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘയുദ്ധമായിട്ട് അത് മാറും. അതിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ സൈനികമായിരിക്കുന്ന ബലവും ശക്തിയും വളരെ കൃത്യതയോടുകൂടി അറിയുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്.